ഹായ് ഗൈസ്, ഈ വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്രോഫേം എന്നാണ്. ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ബ്രോക്കർ അക്കൗണ്ടിൽ ഫണ്ട് നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, നമുക്ക് ഫണ്ടിങ് ഫേംസ് ഫണ്ട് തരുന്നുണ്ട്. ആ ഒരു ഫണ്ട് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് ഫണ്ടിങ് ഫേംസ്, എങ്ങനെ നമുക്ക് ഈ ക്യാപിറ്റൽ കിട്ടും, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് ഫോറക്സ് പ്രോഫേംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കണ്ടോ, ഒരുപാട് പ്രോഫേംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്താണ് ഫോറക്സ് പ്രോഫേം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫണ്ട്. നമുക്ക് എത്രത്തോളം ഫണ്ട് ഉണ്ടാകുന്നു അത്ര അനുസരിച്ച് നമുക്ക് ഫണ്ട് ഉണ്ടാക്കാനും അതനുസരിച്ച് ലീവറേജും കാര്യങ്ങളും യൂസ് ചെയ്യാനും പറ്റും, അല്ലേ? ഫണ്ടിങ് ഫേംസ് എന്താ ചെയ്യുക വെച്ചാൽ നമുക്കൊരു ലാർജ് എമൗണ്ട് തരുന്നു. ആ ഒരു എമൗണ്ട് നമ്മൾ ട്രേഡ് ചെയ്തൊരു പെർസെൻറ്റേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഒരു എമൗണ്ട് നമുക്ക് തരുന്നു. ഈ ഒരു രീതിയിലായിരിക്കും പ്രോഫേംസ് വർക്ക് ചെയ്യുന്നുണ്ടാകുക. ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെയുള്ളൊരു കമ്പനി ആയിട്ടുള്ള ഫണ്ട് ആൻഡ് നെക്സ്റ്റ് തന്നെ എടുക്കാം. ഫണ്ട് ആൻഡ് നെക്സ്റ്റ് പറഞ്ഞുള്ളൊരു പ്രോഫേം കമ്പനി. ഈ ഒരു കമ്പനി നമുക്ക് ഫണ്ട് തരുത്താണ്. അപ്പോൾ ഈ ഫണ്ട് തരുന്ന സമയത്ത് ഇവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ടാകും. ഇതൊന്നും ഫെയിലാകാതെ ഇവർ പറഞ്ഞിട്ടുള്ളൊരു ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിർച്വൽ അക്കൗണ്ട് തരും, ഡെമോ അക്കൗണ്ട് തരും. ആ ഒരു അക്കൗണ്ടിൽ അവർ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് ഒരു പെർസെൻറ്റേജ് ബേസിലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കൊടുക്കുക. അവർ പറഞ്ഞിട്ടുള്ള റൂൾസോ കാര്യങ്ങളൊന്നും ബ്രീച്ച് ആകാതെ. അങ്ങനെ റൂൾസോ കാര്യങ്ങളൊന്നും ബ്രീച്ച് ആകാതെ അവർ പറഞ്ഞിട്ടുള്ള 10 or 5 എന്നായിട്ടുള്ള നോർമലി 10 ഉം 5 വരാറുള്ളത്. ആ ഒരു എമൗണ്ട് നമ്മൾ അച്ചീവ് ആക്കി കൊടുത്താൽ നമുക്ക് റിയൽ ഫണ്ട് കിട്ടും. ആ ഫണ്ട് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടും. എന്താണ് പ്രോഫിറ്റ് സ്പ്ലിറ്റ്? നമ്മളിപ്പം ട്രേഡ് ചെയ്തു, നമുക്കൊരു ഫണ്ട് തരുമെന്ന് പറഞ്ഞു. ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു 100 US$ അക്കൗണ്ട് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ആ ഒരു അക്കൗണ്ട് നമ്മൾ പാസ് ചെയ്തു, ഇവർ പറയുന്ന ക്രൈറ്റീരിയസ് എല്ലാം ഫില്ല് ചെയ്തു, ബ്രീച്ച് ആദ്യം നമ്മൾ പാസ് ചെയ്യുന്നു വിചാരിക്കാം. അതിനുശേഷം നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഫണ്ട് തരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഇവർ വീണ്ടും റൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആ റൂൾസും കാര്യങ്ങളും നമ്മൾ ബ്രീച്ച് ചെയ്ത് വീണ്ടും ട്രേഡ് ചെയ്യുന്നു. ആ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടാവാം അവിടെ പോകുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു എമൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ടിൻ്റെ നമ്മൾ വർക്ക് ചെയ്ത ട്രേഡ് ചെയ്ത ആ ക്യാപിറ്റലിൽ നിന്ന് ഉണ്ടാക്കിയ പെർസെൻറ്റേജിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലേ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 100K നമ്മളൊരു 1% റിട്ടേൺ ഉണ്ടാക്കി, ഒരു $1000 നമ്മൾ റിട്ടേൺ ആയിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 80% റിട്ടേൺ നിങ്ങൾക്കും 20% റിട്ടേൺ അവരുമായിട്ട് എടുക്കും. ഓക്കെ, ഈ ഒരു സ്പ്ലിറ്റ് ആകുന്ന സെറ്റപ്പിനെയാണ് നമ്മൾ പ്രോഫിറ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 80% നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാകുക. ഇങ്ങനെയുള്ള ഇവാലുവേഷൻ ഫേസ്, ഇങ്ങനെയുള്ള ചാലഞ്ചസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ടിങ് ഫേം ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ നമുക്ക് അതിനായിട്ടുള്ളൊരു ഫീസും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. ഇത് എക്സാമ്പിളായിട്ട് ഒരു എക്സാം ആണെന്ന് വിചാരിക്കാം. ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ അതിന് ഫീസ് കൊടുക്കുന്നുണ്ടാവും, അല്ലേ? അതേപോലെ ഈ ഒരു ചാലഞ്ചസും കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഫീസ് കൊടുക്കേണ്ടതുണ്ട്. എത്രത്തോളം വലുതാണ് ക്യാപിറ്റൽ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫീസും കാര്യങ്ങളും വലുതാകുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീസ് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ചാലഞ്ചസ് കാര്യങ്ങളും ഇവരുടെ റൂൾസ് വെച്ചിട്ട് ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകുക ഡെമോ അക്കൗണ്ടിൽ. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഫേം എടുത്ത് കാണിച്ചു തരാം. ആ ഒരു ഫേമിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഇവർ നോർമലി എല്ലാ ഫേംസിലും പറയാറുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതേപോലെ ഞാനിപ്പോൾ എടുക്കുന്ന ഫേമിൽ തന്നെ നിങ്ങൾ ബൈ ചെയ്യണമെന്നോ അതേപോലെ ഇന്ന ഫേം തന്നെ എടുക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫേം ഇൻഡസ്ട്രിയിൽ റെഗുലേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോൾ വേണമെങ്കിൽ ഒരു സ്കാം സംഭവിക്കാനും നിങ്ങളുടെ പ്രോഫേം ഇല്ലാതായി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല. ഇൻ കേസ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ട് പൂട്ടിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ റിസർച്ചും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു പ്രോഫേം അക്കൗണ്ട് ചൂസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ചാലഞ്ചസിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 5% എറാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഫേമിൽ. അപ്പോൾ ആ ഒരു പ്രോഫേമിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നോർമലി വരാറുള്ളത്, നമുക്ക് എങ്ങനെ ചാലഞ്ച് ബൈ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു പ്രോഫേം അക്കൗണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് അവർ ചാനൽസ് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഇപ്പം ഇവിടെ നോക്കലാണെങ്കിൽ 1 സ്റ്റെപ്പ് പ്രോഗ്രാം, 2 സ്റ്റെപ്പ് പ്രോഗ്രാം, ലോ കോസ്റ്റ് പ്രോഗ്രാം എന്നെല്ലാം മറ്റു ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടാന്നുള്ള രീതിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓരോരോ പ്രോഫേമിൻ്റെ എല്ലാ ആൾക്കാരും എന്താ പറയുക റിവ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു റിവ്യൂസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് ആ ഒരു ചാലഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാലഞ്ചാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു ഡിസിഷനും കാര്യങ്ങളും എടുത്തൊരു ചാലഞ്ച് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എത്ര ക്യാപിറ്റലിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം.
ഇവിടെ നമ്മൾ ഈ 5% ഏറാന്ന് പറഞ്ഞിട്ടുള്ള പ്രോഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോ ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണ്? 5K അലോ ചെയ്യുന്നുണ്ട്, 20K അവൈലബിൾ ആണ്, 60K ഉണ്ട്, 100K ഉണ്ട്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 100Kയുടെ ഒരു അക്കൗണ്ട് ഞാൻ ബൈ ചെയ്യലാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു 100Kയുടെ ചാലഞ്ച് ഞാൻ ബൈ ചെയ്യാം. എന്താണ് ചാലഞ്ച് ബൈ ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് റിയൽ അക്കൗണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു എക്സാമിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീസാണ് ഈ ഒരു 100Kക്ക് നമ്മൾ പേ ചെയ്യുന്നുണ്ടാകുക. അതിനുശേഷം നമുക്ക് ഇവർ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു 100K എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം, ഒരു ചാലഞ്ച് നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഫീസ് കൊടുക്കണം. ഇപ്പോൾ 100K ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് $495 കൊടുത്തിട്ടാണ് നമ്മൾ ഈ 100Kയുടെ ഒരു അക്കൗണ്ട് നമ്മൾ ബൈ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് ബൈ ചെയ്ത് കഴിഞ്ഞ് പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ പാസ്സായി, 2 ഫേസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ 2 ഫേസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. ഫസ്റ്റ് പേ ഔട്ടിൽ തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ പ്രോഫേമിനും റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓരോന്നിനും ഓരോ രീതിയിലാണ് റീഫണ്ടും കാര്യങ്ങളും കൊടുക്കുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ ഏതാണോ പ്രോഫേം ചൂസ് ചെയ്യുന്നത് അതിൽ മനസ്സിലാക്കുക. ഓക്കെ, അതായത് നിങ്ങളൊരു അക്കൗണ്ട് എടുത്ത് വിൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മുടക്കിയ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ക്ലിയർ? ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അതായത് ഒരു റിയൽ അക്കൗണ്ടിലേക്ക് പോകാൻ ഒരു ചാലഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ആ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നുണ്ട്. 2 സ്റ്റേജ് ആയിട്ടായിരിക്കും അവർ നമുക്ക് എന്ത് തരുന്നുണ്ടാകുക? ചാലഞ്ച് തരുന്നുണ്ടാകുക. ഒരു വിർച്വൽ അക്കൗണ്ട് വരും. വിർച്വൽ അക്കൗണ്ടിൽ 8% കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പിൽ 8% നമ്മൾ ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സെക്കൻഡ് ഫേസിൽ 5% അച്ചീവ് ആക്കിയാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക്, അതായത് മാസ്റ്റർ അക്കൗണ്ട് റിയൽ അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റും. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട് ഇവർ പറയുന്നത്. ഈ 8%, 5% ചെറിയ റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം അവർ പറയുന്നുണ്ട്, മാക്സിമം ഡെയിലി ലോസ്, അതുപോലെ മാക്സിമം ലോസ്. അതായത് ഇവർ തരുന്ന ഈ 100Kയിൽ മാക്സിമം നമുക്ക് ലോസ് ആക്കാൻ പറ്റുന്ന എമൗണ്ട്, അതായത് 10% ആണ് ഈ ഒരു ക്യാപിറ്റലിന്റെ ലോസ് ആക്കാൻ പറ്റുക. 10% വെച്ചാൽ $10,000 നമുക്ക് ഈ ഒരു ക്യാപിറ്റലിന്റെ മാക്സിമം ലോസ് ചെയ്യാൻ പറ്റുക. അതേപോലെ മാക്സിമം ഡെയിലി ലോസ്, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ ലോസ് ചെയ്യാൻ പറ്റും? മാക്സിമം പോയാൽ 5% നമുക്ക് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ 2 റൂൾസ് ഇവർ വെച്ചിട്ടുണ്ട്. എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളൊരു അഗ്രസീവ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ട്രേഡിനൊന്ന് 5% കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കുക. 5% റിസ്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇൻ കേസ് 5% ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അതേപോലെ റൂള് കാര്യങ്ങളെല്ലാം ബ്രീച്ചായി. ഈ ഒരു കാര്യങ്ങളാണ് ഇവർ റൂൾസ് ആയിട്ട് പറയുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ ഇവർ ഡൗൺ സൈഡിലും കൂടി പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പ്രോഫേം അക്കൗണ്ട് ബൈ ചെയ്യുക. ധാരാളം ഹിഡൻ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളെല്ലാം പ്രോഫേം വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഫേം വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു പ്രോഫേം ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളും ചെയ്തതിന് മാത്രം പ്രോഫേം ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10% ഉണ്ട്, അതേപോലെ 5% ഉണ്ട്. 10% ഓവറോൾ ആയിട്ട് നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്നത്, 5% ആണ് നമുക്ക് ഓവറോളായിട്ട് ഒരു ദിവസം ലൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ 2 എമൗണ്ടും നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബേസിലായിരിക്കണം നമ്മൾ റിസ്ക് എടുക്കേണ്ടത്. ഈ ഒരു ബേസിലായിരിക്കണം നമ്മൾ 8%ഉം അതേപോലെ 5% ടാർഗറ്റ് അച്ചീവ് ആകേണ്ടത്. മെയിൻ ആയിട്ട് നിങ്ങളൊരു പ്രോഫേം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പേ ഔട്ട്, അതായത് ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവർക്ക് പേ ഔട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടോ മനസ്സിലാക്കണം. അതേപോലെ ഇവരുടെ കസ്റ്റമർ സർവീസും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. തേർഡായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റൂൾസും കാര്യങ്ങളും, ഹിഡൻ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബിലും അതേപോലെ തന്നെ ഇവരോട് മെസ്സേജ് അയച്ചിട്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമായിരിക്കും ഇവർ പറയാം നിങ്ങൾ ഇന്ന റൂൾസും കാര്യങ്ങളും ബ്രീച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് തരാൻ പറ്റില്ല എന്നുള്ള റൂൾസും കാര്യങ്ങളും വെക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് നഷ്ടമാകാനും പ്രോഫേമിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള എന്താ പറയുക ഹിഡൻ റൂൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ പ്രോഫേം ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഫേംസും നമുക്ക് വിർച്വൽ ആയിട്ടുള്ള എമൗണ്ട്സ് ആണ് തരുന്നത്. പല ഫേംസ് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഫേംസും നമുക്ക് വിർച്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് തരുന്നത്. അതൊരു ഹാർഡായിട്ടുള്ള റിയാലിറ്റിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവർ ഹാർഡായിട്ടുള്ള ഇവരുടെ വലിയൊരു എമൗണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ തരുന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് മൈ ഫോറക്സ് ഫണ്ടിൻ്റെ എല്ലാം കേസ് ഒരുപാട് ഫേംസും കാര്യങ്ങളും പൂട്ടിപ്പോയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇതെല്ലാം വിർച്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട്സ് ആണ് ഇവർ നമുക്ക് ഷോ ചെയ്യുന്നത്. ഇവർ നമുക്ക് ഫണ്ടായിട്ട് തിരിച്ചു തരുന്നത് വെച്ചാൽ നമ്മൾ പേ ചെയ്യുന്ന ചാലഞ്ച് എമൗണ്ട് തന്നെയാണ് ഇവർ പേ ഔട്ടായിട്ട് നമുക്ക് തിരിച്ചു തരുന്നുണ്ടാകുക.
അപ്പോൾ ഇവരുടെ പ്രോബിലിറ്റി എന്തായിരിക്കണം? നമ്മൾ തോറ്റു കഴിഞ്ഞാൽ മാത്രമേ, അതായത് നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇവർ ബിസിനസ് മോഡൽ വർക്ക് ആവുന്നത്. ക്ലിയർ? അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇവരുടെ റൂൾസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഇവർ അക്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫണ്ടിങ് ഫേംസിലേക്ക് പോവാതിരിക്കുക. വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം നോക്കാവുന്നതാണ്, പക്ഷെ വലിയ അക്കൗണ്ട്സും കാര്യങ്ങളും നോക്കാതിരിക്കുക. ക്ലിയർ? ഇതൊരു ബിസിനസ് മോഡൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പൈസ കൊടുക്കുന്നത്, നമ്മൾ ചാലഞ്ച് ഫേസിന് കൊടുക്കുന്ന എമൗണ്ട് ആയിരിക്കും നമുക്ക് പേ ഔട്ട് ആയിട്ട് കിട്ടുന്നുണ്ടാകുക. മെയിനായിട്ട് നമ്മുടെ ഫെയിൽ ആക്കാനുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. പിന്നെ അടുത്ത കാര്യം നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഔട്ട് സൈക്കിളും കാര്യങ്ങളും എങ്ങനെയാണ് പേ ഔട്ടിന്റെ ദിവസം നമുക്ക് മനസ്സിലാക്കണം. എത്ര ദിവസം കൂടുമ്പോഴാണ് നമുക്ക് പേ ഔട്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു 5% ഏറാന്ന് വെച്ച് കഴിഞ്ഞാൽ $150 മിനിമം നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 14 days ആണ് സൈക്കിൾ വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട്. ആ ഒരു പേ ഔട്ട് സൈക്കിളും കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാക്കണം. അതേപോലെ ഫേംസ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ചില ഫേംസിൽ പേ ഔട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവില്ല. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൈറ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ട്രസ്റ്റ് പൈലറ്റ് പ്രോഫേം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിലേക്ക് പോവാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ 5% എറയുടെ തന്നെ നമുക്ക് എടുക്കാം. 5 എറ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, 5 എറ വന്നിട്ടില്ലേ? ഓക്കെ, 5% എറ. ഓക്കെ, ഇത് 5% എറയുടെ എന്താ പറയുക ആൾക്കാർ കൊടുക്കുന്നത്. അക്കൗണ്ട് ആൾക്കാർ ബൈ ചെയ്തിട്ടാകുമ്പം ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം റിവ്യൂ കൊടുക്കുന്ന ഏരിയ ആണ് ട്രസ്റ്റ് പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ഒരു വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നമുക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവർ കൊടുത്തുള്ള റിവ്യൂവിന്റെ ബേസിൽ 4.8 നമുക്ക് ഈ ഒരു എന്താ പറയുക ഫേമിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റിവ്യൂ ആയിട്ട്. അതിന്റെ ഡൗൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കമന്റ്സും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാൻ പറ്റുന്നതാണ്. കണ്ടോ, വേസ്റ്റ് പ്രോഫോം ഇവർ. അതേപോലെ ഇവരെന്താ പറയണേ. അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാൻ പറ്റുന്നതാണ്. എന്താണ് ബാഡായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇപ്പോൾ യൂട്യൂബിൽ എല്ലാ വീഡിയോസും എല്ലാ പ്രോഫേമിന്റെ നെഗറ്റീവും സ്കാമും റിവ്യൂസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ടൈംസ് കണ്ട് മനസ്സിലാക്കി അതേപോലെ ഇവരുടെ ചാറ്റ് സപ്പോർട്ടിലും ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങളൊരു പ്രോഫേം അക്കൗണ്ട് നിങ്ങൾ ഹാർഡ് ഏൺ മണി എടുത്ത് ബൈ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ വീണ്ടും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു അക്കൗണ്ട് ബൈ ചെയ്യുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു അക്കൗണ്ട് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈഫോറക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമിന്റെ ആയിരുന്നു അക്കൗണ്ട് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്ത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ഫേം പൂട്ടിപ്പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തറവായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനൊരു പ്രോഫോം പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചിട്ട് ആ ഒരു പ്രോഫോം തന്നെ ബൈ ചെയ്യണമെന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ചും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രം ബൈ ചെയ്ത്. വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്കൊരു ഡിസ്കോഡ് ചാനലും കാര്യങ്ങളുണ്ട്. ഡിസ്കോഡ് ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് അപ്ഡേറ്റ്സും അതേപോലെ നമുക്ക് ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.